രാജാക്കന്മാരുടെ പുസ്തകം 19 അധ്യായം അതിന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ ഉണർന്ന് നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരു അടയും ഒരു തുരുത്തി വെള്ളവും തന്റെ തലയ്ക്കൽ ഇരിക്കുന്നത് ഉറക്കമെഴുന്നേറ്റപ്പോൾ താൻ കാണുന്ന കാഴ്ച. അടുത്തത്, അവൻ തിന്നും കുടിച്ച് പിന്നെയും കിടന്നുറങ്ങി. ഇത് കണ്ടിട്ട് അതെടുത്ത് തിന്ന് കുടിച്ച് അവൻ പിന്നെയും കിടന്ന് ഉറങ്ങി. 7-ാം വാക്യം. പക്ഷെ യഹോവയുടെ ദൂതൻ രണ്ടാം പ്രാവശ്യം വന്ന് അവനെ തട്ടി വീണ്ടും തട്ടികിട്ട് അവനോട് പറയുന്നു, വീണ്ടും എഴുന്നേറ്റ് തിന്നുക. അടുത്തത്, നിനക്ക് ദൂരയാത്ര ചെയ്യുവാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യവും വന്ന് അവനെ തട്ടി എന്നിട്ട് പറഞ്ഞു, വീണ്ടും നീ എഴുന്നേറ്റ് തിന്നുക, ഭക്ഷിക്കുക, നിനക്ക് ദൂരെ യാത്ര ചെയ്യുവാൻ ഉണ്ടല്ലോ. ഉറക്കെ പറ, നിനക്ക് ദൂരയാത്ര ചെയ്യുവാൻ ഉണ്ടല്ലോ. ഹല്ലേലൂയ. അതിശക്തമായ ദൈവാത്മാവ് ഇന്ന് തരുന്ന ദൂത്, കഴിഞ്ഞ ബുധനാഴ്ചയുടെ തുടർച്ചയായിട്ട് ദൈവാത്മാവ് സംസാരിക്കുന്നു. ഇന്ന് ദൈവാത്മാവ് സംസാരിക്കുന്ന ദൂത് നിന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയിലേക്ക് നിന്നെ എത്തിക്കാനായി, നിന്നെ തട്ടി ഉണർത്തി ബലപ്പെടുത്തി വീണ്ടും നിന്നെ മുന്നോട്ട് ഓടിക്കുന്ന ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. അങ്ങനൊരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. നിന്നെ കുറിച്ച് ദൈവാത്മാവ് എന്ത് വാഗ്ദത്തമാണോ പറഞ്ഞത്, എന്തൊക്കെ നിന്റെ മുമ്പിൽ സംഭവിച്ചെന്ന് പറഞ്ഞാലും അതിലേക്ക് ദൈവാത്മാവ് എത്തിയിരിക്കും. അപ്പോസ്തല പ്രവൃത്തി കൂടെ ദൈവാത്മാവ് സംസാരിച്ചു. അപ്പോസ്തല പ്രവൃത്തി 21-22 അങ്ങോട്ട് വായിച്ചു തുടങ്ങുമ്പോൾ അപ്പോസ്തലനായ പൗലോസിനെ ഹല്ലേലൂയ പിടിക്കപ്പെടുന്ന ന്യായാധിപർ സംഘത്തിൽ കൊണ്ട് നിർത്തുന്ന അവസ്ഥകൾ നമുക്ക് കാണാം. ദൈവനാമ നിമിത്തം പിടിക്കപ്പെട്ടു. അങ്ങനെ അവനെ കൊല്ലുവാനായി ഭീഷണി മുഴക്കി അവനെ കൊന്നുകളയാ എന്ന് തനിക്കെതിരെ പറയുന്നവർ ആക്രോശിച്ച് നിൽക്കുമ്പോൾ ഹല്ലേലൂയ ഒരു രാത്രി അപ്പോസ്തല പ്രവൃത്തി 23 ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, സ്വർഗത്തിന്റെ ദൂതൻ പ്രത്യക്ഷനായി പൗലോസിനോട് പറയുകയാണ്, പൗലോസെ ധൈര്യമായിട്ടിരിക്കുക, യെരുശലേമിൽ നീ സാക്ഷീകരിച്ചിട്ടുണ്ടെങ്കിൽ, യെരുശലേമിൽ എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നോട് ഞാനൊരു ദൂത് പറയാം, ഇവിടം കൊണ്ട് നീ തീരത്തില്ല, നീ റോമിൽ നിൽക്കേണ്ടതാണ്, നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാണ്. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം ആരൊക്കെ നിന്നെ വിസ്തരിച്ചാലും, ആരൊക്കെ നിന്നെ കൊല്ലാൻ വെല്ലുവിളിച്ചാലും, നിന്നോട് ഞാനൊരു ദൂത് പറയുന്നു, നീ യെരുശലേമിൽ നിന്നതുപോലെ നീ റോമിൽ നിൽക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചോണം, ദൈവാത്മാവ് പറഞ്ഞ ദൂത് ഒരു വാഗ്ദത്തം. ഇതേപോലെ നമുക്കും ദൈവാത്മാവ് ചില വാഗ്ദത്തങ്ങളെ അരുളി ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരോടും ദൈവാത്മാവ് പറയുന്നു, നിങ്ങൾക്കൊരു പ്രോമിസ് ഉണ്ട്, അതായത് നിങ്ങളുടെ ഒരു റോം ഉണ്ട്. പൗലോസിനോട് പറയുന്നു, നീ റോമിൽ എത്തും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതിന് ശേഷം ഇനി ശ്രദ്ധിച്ചോണം, ആ റോമിൽ എത്തുമെന്നുള്ള ദൂത് കേട്ടതിന് ശേഷം തന്റെ ജീവിതത്തിൽ ഒന്നും നല്ലത് വെളിപ്പെട്ടില്ല. ദൂത് കേട്ട് പിന്നെ ചില അധ്യായങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പല ന്യായാധിപന്മാരുടെ മുമ്പിൽ, അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ ഉൾപ്പെടെ നിൽക്കേണ്ടി വന്നു. 27-ാം അധ്യായം വന്നപ്പോൾ ജീവിതത്തിൽ റോമിലേക്ക് പോകാൻ ഒരു അവസരം വന്നു. പക്ഷെ ഒരിക്കലും എത്തുമെന്ന് ചിന്തിച്ചില്ല. ഈശാനമൂലം എന്ന ശക്തമേറിയ കാറ്റ് പടകിന് നേരെ ആഞ്ഞടിച്ച് തകർന്നു പോകുമോ എന്നൊരവസ്ഥയിലെത്തി. ഹല്ലേലൂയ. പിന്നെയും ദൈവം ദൂത് പറഞ്ഞു, പൗലോസേ, നീ മാത്രമല്ല, ഇത് തകർന്നു പോയാലും നീയും നീ ഇതിന്റെ കൂടെ സഞ്ചരിക്കുന്ന സകലതും രക്ഷപ്പെട്ട് റോമിൽ അക്കരയെത്തും. ഹല്ലേലൂയ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരോട് ദൂത് പറയുന്നു. ഹല്ലേലൂയ. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിക്കാൻ ദൈവം വിശ്വസ്തനായ സർവശക്തനായ ദൈവമാണ്. ഇന്ന് പകൽ ദൈവാത്മാവ് ചിലതിനെ നോക്കി സംസാരിക്കുന്നു. നിന്നോട് പറഞ്ഞ ദൂതിലേക്ക് ദൈവം നിങ്ങളെ എത്തിച്ചിരിക്കും.
ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ. എന്നിട്ട് പൗലോസിന്റെ ജീവിതത്തിൽ അതിശക്തമായി കാറ്റടിച്ച്, അത് മാത്രമല്ല താൻ സഞ്ചരിച്ച റോമിലേക്ക് ഇറങ്ങി പോയതാ, റോമിലേക്ക് പോകുമെന്ന് ചിന്തിച്ചതാ, പക്ഷെ താൻ സഞ്ചരിച്ച കപ്പൽ തകർന്നു വീണു. ഹല്ലേലൂയ. കപ്പൽ മൊത്തം തകർന്നു. രക്ഷപ്പെട്ട് ഒരു ദ്വീപിലേക്ക് ചാടിക്കേറി. പക്ഷെ അവിടെ ചെന്നിട്ടും വിട്ടില്ല. അവൻ പോലും പ്രതീക്ഷിക്കാത്ത ഒരു അണലി, ഒരു സർപ്പം കേറി കൈ പിടിച്ച് തൂങ്ങി. അതിന്റെ പ്രത്യേകത ആ ദ്വീപുകാർക്കറിയാം. എപ്പോൾ ഈ അണലി ആരുടെങ്കിലും ദേഹത്തെ കടിച്ചിട്ടുണ്ടെങ്കിൽ അധികം താമസിക്കാതെ നീര് വന്ന് വീർത്ത് ചത്തു വീരും. അതല്ലാതെ വേറൊരു രക്ഷയില്ല. അതാ ദ്വീപുകാര് നോക്കി നിന്നത്. അയ്യോ, ഇവനെ ദൈവം രക്ഷപ്പെടാൻ വിട്ടിട്ടില്ല, ഇവൻ നീര് വന്ന് ചത്തു വീരും. പക്ഷെ ബൈബിൾ പറയുന്നു, നോക്കി നിൽക്കുമ്പോഴും അവനൊന്നും സംഭവിക്കുന്നില്ല, അവനൊന്നും സംഭവിക്കുന്നില്ല. അപ്പോസ്തലപ്രവൃത്തി 28:14-16 ബൈബിൾ പറയുന്നു, പൗലോസ് റോമിലെത്തി. ഇന്ന് പകൽ ചിലതിനോട് ദൂത് പറയുന്നു. നിന്നോട് പരിശുദ്ധാത്മാവ് വിളിച്ചിറക്കി ഒരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാറ്റടിച്ചാലും കൊല്ലാൻ നിൽക്കുന്ന വെല്ലുവിളി നിന്റെ മുമ്പിലുണ്ടെങ്കിലോ, നീ പ്രതീക്ഷിക്കാത്ത കപ്പൽ തകർന്നു പോയാലോ, ചിലതൊക്കെ നിന്നെ കടിച്ചു കയറി തൂങ്ങിയാലോ, നിന്നെ തൊടാൻ സമ്മതിക്കത്തില്ല ദൈവം. നിന്റെ വാഗ്ദത്ത റോമിലേക്ക് ദൈവം നിന്നെ എത്തിക്കും. അത് നിന്റെ തലമുറയോടുള്ള ദൂതായാലോ, അത് നിന്റെ കൂടാരത്തോടുള്ള ദൂതായാലോ, അത് നിന്റെ ഭാവിയോടുള്ള ദൂതായാലും ദൈവം അത് നിറവേറ്റും. നിന്നെ എത്തിക്കേണ്ടിടത്ത് നിന്നെ എത്തിക്കാൻ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് നിന്നെ ഉണർത്തുന്ന ഒരു ദൈവമുണ്ട്. ഇന്നിവിടെ ഇരിക്കുന്ന സകലരോടൊരു ദൂത് പറയാം. നിന്നെ എത്തിക്കേണ്ട റോമിലേക്ക് ദൈവം എത്തിക്കും. പക്ഷേ ചിലർക്കൊരു ദൈവിക ഇടപെടൽ വേണം. ഇന്ന് അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. നമ്മുടെ മുമ്പിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തമുണ്ട്. പക്ഷെ അതിലേക്ക് എത്താതെ, അത് നമ്മൾ അനുഭവിക്കാതെ പല വിഷയങ്ങൾ നമ്മളെ തടയുന്നുണ്ടാകാം. പക്ഷെ ഇന്ന് പകൽ ദൈവം സംസാരിക്കുന്നത്, എല്ലാവരും കൊതിയോടെ ഈ ദൂതിനെ ശ്രദ്ധിച്ചോ. ഇത് അനുഭവമായി ദൈവാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ആ വാഗ്ദത്തങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് വേണ്ടി ഇറങ്ങി നിന്ന് നമ്മെ ഉണർത്തുന്ന, നമ്മെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവത്തെ ഇന്ന് പരിചയപ്പെടുത്തി. ശ്രദ്ധിച്ചേ, നമ്മൾ വായിച്ച തിരുവചനത്തിലേക്ക് വരാൻ പോവുകയാണ്. നമ്മൾ വായിച്ചത് 19:5-7 വരെയുള്ള വാക്യം. സങ്കീർത്തനം 85:6 തിരുവചനം ഇങ്ങനെ പറയുന്നു. ആ വാക്യം ഒന്ന് വായിച്ചേ. സങ്കീർത്തനം 85:6. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ചേ. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ല. നിന്റെ ജനം നിന്നിൽ ആനന്ദിപ്പാൻ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. അപ്പൊ ദൈവജനത്തിന്റെ ദൈവപ്രവൃത്തി അവർ അനുഭവിപ്പാൻ, അവരോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളിലേക്ക് അവരെ എത്തിക്കാൻ നമ്മെ ഉണർത്തുന്ന ഒരു ദൈവമുണ്ട്. വിശുദ്ധ ബൈബിൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു സത്യം നമുക്കറിയാം. ദൈവം തന്റെ ജനത്തെ ഉണർത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ അവരായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം അവരെ എഴുന്നേൽപ്പിക്കുന്നത് കാണാം. എഴുന്നേൽപ്പിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, വീണ്ടും ഉണർത്തുന്നത് എന്തിനാ വെച്ചാൽ, വീണ്ടും ഒരു സാധാ ജീവിതം നയിക്കാനല്ല. അതിനാണ് ഇന്നത്തെ ദൂത് പറയുന്നത്. ദൈവം വീണ്ടും ഉണർത്തുന്നത്, എഴുന്നേൽപ്പിക്കുന്നത് വീണ്ടും പഴയതുപോലൊരു ജീവിതം നയിക്കാനല്ല. പകരം എന്താന്ന് ചോദിച്ചാൽ, ദൈവം നിന്നെ വിളിച്ച വിളിയിലേക്കും ദൈവം നിന്നെ എത്തിക്കേണ്ട അനുഭവങ്ങളിലേക്കും ദൈവത്തിന്റെ ദൈവ വിളിയിലേക്കും എത്തിക്കാനാണ് ദൈവം നമ്മെ തൊടുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഈ വചനത്തിലേക്ക് വരാൻ പോവുകയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 1 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇതിന്റെ പശ്ചാത്തലം നമുക്കൊന്ന് മനസ്സിലാകാം. വേഗത്തിലൊന്ന് വായിച്ചോ. ഏലിയാവ് ചെയ്തതൊക്കെ അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെ ആഹാബ് ഇസ്രായേലിനോട് പറഞ്ഞു. 18-ാം അധ്യായത്തിൽ അതിശക്തമായി ഏലിയാവ് ചെയ്ത കാര്യങ്ങളൊക്കെ, ഈ വിവരമൊക്കെയും ആഹാബ് എന്ത് ചെയ്തു? ഇസബേലിനോട് പറഞ്ഞു. ഇസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. ഈ ഇസബേല് എന്ന് പറയുന്ന സ്ത്രീ ആ ഏലിയാവിന്റെ അടുത്തേക്ക് എന്ത് ചെയ്തു?
ഒരു ദൂതനെ അയച്ച് നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു. അപ്പം നാളെ ഈ നേരത്ത് നിന്റെ ജീവനെ എന്ത് ചെയ്യും? ഞാൻ എടുത്തു മാറ്റും. ഹല്ലേലൂയ. ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂദയ്ക്ക് ഉൾപ്പെട്ട ബേർശേബയിൽ ചെന്ന് അവിടെ താൻ ബാല്യക്കാരനെ താമസിപ്പിച്ചു. അപ്പം ഈ വാർത്ത കേട്ടതിന് ശേഷം ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യന് ഭയങ്കരമായ ഒരു ഭയമുണ്ടായി. അവൻ അവിടുന്ന് ഭയപ്പെട്ട് ഓടിപ്പോകുന്ന ഒരു അനുഭവം. അപ്പൊ തനിക്ക് മനസ്സിലായി, ഈ ഇസബേൽ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്റെ ജീവിതത്തിൽ നടക്കാൻ സാധ്യതയുണ്ടെന്നൊരു ഭയം തന്റെ ജീവിതത്തിന്റെ അകത്ത് കയറിപ്പോയി. അങ്ങനെയാണ് അവൻ അവിടുന്ന് ഓടിപ്പോയിട്ട് ഇനി താഴോട്ടുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ശ്രദ്ധിച്ചേ, കർത്താവ് എന്റെ പ്രാണനെ എന്ത് ചെയ്യാ? എടുത്തുകൊള്ളുക, എനിക്കിനി ജീവിക്കണ്ട എന്നുള്ള ഒരവസ്ഥ. കാരണം ശത്രുവിന്റെ കയ്യിൽ കൊണ്ട് തീരാതെ നീ എന്റെ ജീവനെ എടുത്തോ എന്ന് പറയുന്ന ഒരു ദൈവ മനുഷ്യൻ. ഇനി ശ്രദ്ധിച്ചേ, അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ, ഇനിയാണ് നമ്മൾ വായിച്ചോ, അങ്ങനെ ഇതാണ് അവസ്ഥ. നമ്മൾ ചൂരച്ചെടിയുടെ കിടക്കുന്ന അവസ്ഥ. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. പെട്ടെന്ന് ദൈവത്തിന്റെ ദൂതൻ അവനെ തട്ടിയിട്ട് അവനോട് പറയുകയാണ്, എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. ഇനി ശ്രദ്ധിച്ചോളാം. നിരാശപ്പെട്ട് തനിക്കറിയാം ഇസബേൽ അത് പറഞ്ഞാൽ അത് ചെയ്യും, സംഭവിക്കും എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥ. അവിടെ നിൽക്കുമ്പോഴാണ് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി തട്ടിയിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, എഴുന്നേറ്റ് തിന്നുക. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരു അടയും ഒരു തുരുത്തി വെള്ളവും തലക്കൽ ഇരിക്കുന്നത് കണ്ടു. അവൻ ഉണർന്നു നോക്കിയപ്പോൾ ആഹാരം കാണുന്നു. തിന്നു കുടിക്കാനുള്ള ആഹാരം അവന്റെ തലക്കൽ ഇരിക്കുന്ന കാഴ്ച അവൻ എന്ത് ചെയ്യുന്നു? കണ്ടു. അവൻ തിന്നു കുടിച്ച് പിന്നെയും കിടന്നുറങ്ങി. പക്ഷേ അവനത് മനസ്സിലായില്ല. തിന്നു കുടിച്ചിട്ട് വീണ്ടും എന്ത് ചെയ്തു? അവൻ കിടന്ന് ഉറങ്ങി. അടുത്ത വചനം, യഹോവയുടെ ദൂതൻ രണ്ടാം പ്രാവശ്യം വന്ന് അവനെ തട്ടി എഴുന്നേറ്റ് തിന്നുക. ഹല്ലേലൂയ. എന്നിട്ട് അടുത്തത്, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇതാണ് ഇന്നത്തെ ദൂത്. ഹല്ലേലൂയ. എന്നിട്ട് അവനെ തട്ടി, ഞാൻ ഇത്രയും നേരം നിന്നെ തട്ടി ഉണർത്തി രണ്ടാമതും ഉണർത്തി എന്തിനാന്നറിയാമോ? നീ ഇവിടെ കിടക്കാനുള്ളതല്ല, നിനക്കൊരു ദൂരയാത്രയുണ്ട്. ഹല്ലേലൂയ. നിനക്ക് നിന്റെ ഡെസ്റ്റിനി, നിന്റെ ലൈഫ്, നിന്റെ ഭാവി ഇവിടെ കിടക്കാനുള്ളതല്ല, ഇതിന്റെ അപ്പുറത്തൊരു ദൂരയാത്ര നിനക്ക് ചെയ്യുവാനുണ്ട്. ഹല്ലേലൂയ. നീ ചിന്തിച്ച് ഇസബേല് പറഞ്ഞു. കാരണം ചരിത്രം വായിക്കുമ്പോൾ ഇസബേലിന്റെ അപ്പനും ഇതുപോലെ ആയിരുന്നു. ഹല്ലേലൂയ. ചില വിഗ്രഹാരാധനകളൊക്കെ ചെയ്ത് എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ചോ അതൊക്കെ നേടിയെടുത്ത, വക്രബുദ്ധിയാൽ നേടിയെടുത്ത കുടുംബത്തിന്റെ പാരമ്പര്യമുള്ള അവളുടെ മകളാണ് ഈ ഇസബേല്. അതുകൊണ്ടറിയാം. ഹല്ലേലൂയ. അങ്ങനെയാണ് വ്യാജം കാണിച്ച് പലതും കാണിച്ച് വശീകരിച്ച് ആഹാബിനെ കല്യാണം കഴിച്ച്, ഹല്ലേലൂയ, ദേശത്ത് മുഴുവൻ സത്യാരാധനയ്ക്ക് പകരം വിഗ്രഹാരാധന കൊണ്ട് നിറച്ച് ചതിയും കുഴപ്പക്കേടും കാണിക്കുന്ന ഇസബേലിന്റെ വ്യാപാരത്തെ, ഹല്ലേലൂയ, ആർക്കറിയാം? ഏലിയാവിന് അറിയാം. അതുകൊണ്ടാ ഇതെല്ലാം തീരട്ടെന്ന് പറഞ്ഞ് അവിടെ കിടന്നത്. പക്ഷേ ഹല്ലേലൂയ, ദൈവം തട്ടി ഉണർത്തിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, നിനക്കൊരു ദൂരയാത്രയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന സകലരെ നോക്കി ദൈവാത്മാവ് ദൂത് പറയുന്നു, നിനക്കെതിരെ എത്ര വെല്ലുവിളിയുടെ ശബ്ദം ഉണ്ടെങ്കിലും 24 മണിക്കൂർ പറഞ്ഞ് ഇസബേൽ വെല്ലുവിളിച്ചാലോ, നിനക്കൊരു ദൂരയാത്ര ഉണ്ടെങ്കിൽ നിന്റെ വാക്തത്വങ്ങളിലേക്ക് എത്തിക്കാൻ നിന്നെ ഉണർത്തുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഇന്ന് പകൽ ആത്മാവ് ദൂത് പറയുന്നു. ഇന്നെന്തിനാ ഈ ദൂത് പറയുന്നതെന്നറിയാമോ? ഞാൻ ആത്മാവി പ്രവചിച്ചു പറയുന്നു, ഇന്ന് ഈ മിനിറ്റ് മുതൽ, ഈ 12 മണി കഴിഞ്ഞ സമയം മുതൽ ചിലതിന്റെ വാക്തത്വങ്ങളിലേക്ക് എത്തിക്കാൻ തളർന്നുപോയ നിന്നെ തട്ടി ഉണർത്തുന്ന ദൈവത്തിന്റെ ഇടപെടലുകൾ ചില ലൈഫിൽ വെളിപ്പെടാൻ പോകുന്നു. യെസ്.
Receive it. വെല്ലുവിളിയിൽ നീ തളരാനുള്ളതല്ല. ആദ്യം തട്ടി ഉണർത്തിയപ്പം അത്ര അങ്ങോട്ട് മനസ്സിലായില്ല. തിന്നുകുടിച്ച് വീണ്ടും കിടന്നു. പക്ഷെ വീണ്ടും ദൈവാത്മാവ് തട്ടി. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നെ തട്ടി ഉണർത്തിയപ്പോ നിനക്ക് അത്ര മനസ്സിലായില്ല. വീണ്ടും ചില നിരാശയിൽ വീണ്ടും കിടന്നുറങ്ങി. പക്ഷെ ഇന്ന് 2026 ഈ 3-ാം മാസം ആത്മാവ് പ്രവചിക്കുന്നു, രണ്ടാമതും നിന്നെ തൊടാൻ പോകുകയാണ്. നിന്നെ വീണ്ടും ദൈവാത്മാവ് തട്ടി ഉണർത്താൻ പോകുകയാണ്. നിനക്കൊരു ദൂരയാത്ര. എത്ര പ്രതിസന്ധി ഉണ്ടായിട്ടും ദൂത് പറഞ്ഞ് പൗലോസിനെ റോമിൽ എത്തിച്ചെങ്കിൽ ഇന്ന് പകൽ ചിലതിനോട് ദൂത് പറയുന്നു, നിന്നെ കണ്ട ദൈവിക പദ്ധതിയിലേക്ക് നിന്നെ എത്തിക്കാൻ ഒരു ദൈവിക സ്പർശനം എന്റെ ദൈവത്താൽ ചില കുടുംബങ്ങളിൽ സംഭവിക്കാൻ പോവുകയാണ്. ദൈവിക പദ്ധതിയിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ ഉണർത്തപ്പെടൽ. ഇന്നത്തെ മെസ്സേജ് ഇതാ, നിന്റെ വാഗ്ദത്തങ്ങളിലേക്ക് നിന്നെ എത്തിക്കുന്ന ഒരു ദൈവിക ഉണർത്തപ്പെടൽ നിന്റെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ അനുഭവിക്കാൻ പോവുക. എതിര് വെല്ലുവിളിച്ചവൻ വെല്ലുവിളി നടത്തുമെന്ന് ഉറപ്പുണ്ടായതുകൊണ്ടാ എതിര് വെല്ലുവിളിച്ചത് ഇസബേല്. പക്ഷേ ഇപ്പുറത്ത് ദൈവം പറയുന്നു, അവൾ പറഞ്ഞതിനേക്കാൾ അപ്പുറത്ത് കയറി ഒരു ദൂത് പറയാ, നിന്നെ കണ്ട നിന്നെ വിളിച്ച അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുതൽ നിന്നെ അറിഞ്ഞ, അതിന് മുമ്പേ അറിഞ്ഞ നിന്റെ ദൈവം നിന്നോട് പറയുന്നു, നിനക്കൊരു ദൂരയാത്രയുണ്ട്. അതിന്റെ അർത്ഥം ചൂരച്ചെടിയുടെ നടുവിൽ നീ അധിക നാൾ കിടക്കത്തില്ലെന്ന് ഈ 3-ാം മാസം ചിലതിനോട് ദൂത് പറയുന്നു. ചില അവസ്ഥകൾ അധിക നാൾ കിടക്കത്തില്ല. അതിനപ്പുറത്ത് ഒരു പുറപ്പാട് പ്രാപിച്ചോ. മൈൻഡുകളൊക്കെ ഒന്ന് ഫ്രീ ആകട്ടെ, ശരീരങ്ങൾ ഫ്രീ ആകട്ടെ. ഇതൊന്ന് പ്രാപിച്ച്, ആരാധിച്ച് പ്രാപിച്ച്, വിശ്വസിച്ച് പ്രാപിച്ച്. അവൻ വീണ്ടും കിടന്നുറങ്ങി. എഴുന്നേറ്റ് നിനക്ക് ദൂരയാത്രയുണ്ട് എന്ന് പറഞ്ഞ് 2-ാം പ്രാവശ്യവും ദൈവത്തിന്റെ ദൂതൻ തട്ടി ഉണർത്തി. ഇനി ശ്രദ്ധിച്ചോണം, ദൈവ പദ്ധതിയിലേക്ക് എത്തേണ്ടവനെ എത്തിക്കാൻ ദൈവം തന്റെ ജനത്തെ ഉണർത്തും. ദൈവം തന്റെ ജനത്തെ എഴുന്നേൽപ്പിക്കും. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുക. കർത്താവ് ഈ വരുന്ന മണിക്കൂറിൽ, ഈ മിനിറ്റുകളിൽ ദൈവം ചിലതിനോട് ഇടപെടാൻ പോവുകയാണ്. ഇനി ശ്രദ്ധിച്ചോണം, അവൻ ദൂരയാത്രയുണ്ട് ദൂത് പറഞ്ഞു. 8-ാം വാക്യം വേഗത്തിൽ ശ്രദ്ധിച്ചു. അവൻ എഴുന്നേറ്റ് തിന്നുകുടിച്ചു. അവൻ എഴുന്നേറ്റ് തിന്നുകുടിച്ച് ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. എഴുന്നേറ്റ് തിന്നു കുടിച്ചൊരു ബലം കിട്ടി. ആ ബലത്തോടെ മനസ്സ് ക്ഷീണിച്ച് ഭയപ്പെട്ട് തളർന്നു കിടന്നവൻ ഒരു 40 ദിവസം മുന്നോട്ട് എന്ത് ചെയ്തു? യാത്രയായി. എവിടം വരെ എത്തി? ഇപ്പം ഹോരേബോളം എത്തി. നിനക്കൊരു ദൂരയാത്ര ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഇപ്പൊ എവിടം വരെ എത്തി? ഹോരേബോളം എത്തി. ആ കിട്ടിയ ബലത്താൽ ഇപ്പൊ ചൂരച്ചെടിയിൽ എന്റെ ജീവനെ എടുക്കണമെന്ന് പറഞ്ഞവനെ ഒരു 40 ദിവസം കൂടെ മുന്നോട്ട് ദൈവം എന്ത് ചെയ്തു? ഓടിച്ചു. അതിനുള്ള ദൂതെന്താ? നിനക്ക് എന്തുണ്ട്? ദൂരയാത്ര. നിന്നെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തിന് എന്തുണ്ട്? പദ്ധതിയുണ്ട്. ഇത് നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തോട്ടൊന്ന് കയറണം. ദൈവപ്രവൃത്തി നടക്കണമെങ്കിൽ നമ്മുടെ അകത്ത് വിശ്വാസമായി ഇത് കയറണം. ഇനി ശ്രദ്ധിച്ചേ, ഹോരേബോളം നടന്നു. ഇനി അടുത്തത് 9. അവിടെ അവൻ ഒരു ഗുഹ കടന്ന് രാപാർത്തു. പക്ഷേ അവിടെ ഒരു ഗുഹയിൽ താൻ എന്ത് ചെയ്തു? രാപാർത്തു. അവിടെ താമസമാക്കി. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അവനോട്, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്തു കാര്യമെന്ന് ചോദിച്ചു. വീണ്ടും ചോദിച്ചു. ആ 40 ദിവസം ഓടി ഹോരേബിൽ അടുത്തൊരു ഗുഹയിലായി താമസം. വീണ്ടും ഒരു മനസ്സിനൊരു മടുപ്പ്. വീണ്ടും ദൈവം പ്രത്യക്ഷപ്പെട്ടു, നിനക്ക് ഇവിടെ എന്താ കാര്യം? ഈ ദിവസങ്ങളിൽ ചിലരോട് ദൈവം ചോദിക്കാൻ പോവാ, നിന്റെ ആത്മീയ ജീവിതത്തിൽ അടുത്ത പടിയിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകാൻ പോവാ. നിന്നെ കുറിച്ച് ദൈവത്തിന് ഭയങ്കര സ്വപ്നമുണ്ട്. അതിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു.
അതിനുവേണ്ടി ഒരു ദൈവസ്പർശനം ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോവുകയാണ്. കണ്ടോ, വിട്ടില്ല. അപ്പം ഏലിയാവിനെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ശ്രദ്ധിക്കുക. ഇതേപോലെ നമ്മുടെ എല്ലാ ജീവിതത്തെ കുറിച്ച് കർത്താവിന് ഒരു പദ്ധതിയുണ്ട്. അതിലേക്ക് നമ്മൾ എത്തണം. അടുത്തിരിക്കുന്ന ആളിന് തൊട്ട് ദൈവം വിളിച്ച പദ്ധതിയിലേക്ക് നമ്മൾ എത്തണമെന്ന് പറഞ്ഞേ. ദൈവം വിളിച്ച പദ്ധതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? എത്തണം. അതിനെ ദൈവം നമ്മെ വിളിച്ചത്. ഹല്ലേലൂയ. പക്ഷേ ഇവനെ എത്തിക്കാൻ ദൈവം വീണ്ടും നോക്കുക. എന്നാ നല്ല കർത്താവിനെ നമ്മൾ സേവിക്കുന്നേ. ഒന്നാം പ്രാവശ്യം തട്ടി ഉണർത്തി, വീണ്ടും കിടന്നുറങ്ങി, വീണ്ടും തട്ടി ഉണർത്തി, പിന്നെ ഒരു ബലത്തോടെ 40 ദിവസം മുന്നോട്ടോടി. ഇപ്പൊ ഹോരേബിലെത്തി, അവിടെ ഗുഹ കിടക്ക. അവിടെ വന്ന് ദൈവം ചെയ്യണം, നിനക്കെന്താ ഇവിടെ കാര്യം? ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു ചിലതിന്റെ പൊസിഷൻ ദൈവം മാറ്റാൻ പോവുക. കിടക്കുന്ന അവസ്ഥ മാറ്റാൻ പോവുക. ആത്മീയമായും ഭൗതികമായും ചേഞ്ച് ആവാൻ പോവുക. ഷിഫ്റ്റ് നടക്കാൻ പോവുക. ജോലിയുടെ ഷിഫ്റ്റ് നടക്കുന്ന പോലെ ചില ഷിഫ്റ്റുകൾ നടക്കാൻ പോവുക. ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ പ്രവചിക്കുന്നു, പ്രഖ്യാപിക്കുന്നു, ഒരു ദൈവിക ഷിഫ്റ്റ് ചില ജീവിതങ്ങളിൽ സംഭവിക്കുന്നു. നീ ചൂരച്ചെടിയുടെ നടുവിൽ കിടക്കാനുള്ളതല്ല, നീ ഹോരേബിന്റെ ഗുഹയ്ക്കകത്ത് ഒതുങ്ങാനുള്ളതല്ല. ആരോടൊക്കെ പറയുന്നു, ഏതൊക്കെയോ ഗുഹയുടെ തടവറക്കകത്ത് നീ ഒതുങ്ങി കൂടാനുള്ളതല്ലെന്ന്. ആ ഗുഹയിൽ നിന്നെ പുറത്തോട്ട് വരുകയോ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ വിളി കിട്ടിയവൻ, ദൈവത്തിന്റെ നാവായി നിന്നവൻ, ആ ഏലിയാവ പറയുന്നത് എല്ലാം തീർന്നു, ഗുഹയ്ക്കകത്ത് നിൽക്കുകയാണ്. ഇന്ന് ചിലരോട് പറയുന്നു, കർത്താവിനാൽ വിളി കിട്ടിയ ദൈവ പൈതലേ, നിന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കാനായി ദൈവം നിന്നെ ഉണർത്തുന്ന സീസണുകളാണ്. ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുന്ന സീസണുകളാണ്. അതിനായി ദൈവത്തിന്റെ വചനം, അതിനായി ആത്മാവിന്റെ പകർച്ചകൾ. ദൈവാത്മാവ് ഇറങ്ങി ശുശ്രൂഷിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇറങ്ങി ശുശ്രൂഷിക്കട്ടെ. സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ആത്മാവിൽ ദൈവാത്മാവായി ഒന്ന് കണക്റ്റായി. ഞാൻ ഒരു ആത്മാവിൽ ഒരു ദൂത് വിളിച്ചു പറയുന്നു. ചില ഗുഹയിൽ നിന്ന് ചിലത് പുറത്തു വരികയാണ്. ഇരുട്ടിന്റെ ഗുഹയിൽ നിന്ന് നിന്റെ വീട് പുറത്തു വരട്ടെ. ചില മാനസിക സമ്മർദ്ദങ്ങളുടെ ഗുഹയിൽ നിന്ന്, യെസ്, ആരോട് പറയുന്നു, നീ വല്ലാതെ മാനസിക പ്രഷർ അനുഭവിക്കുന്നു, നീ വല്ലാതെ ഡിപ്രഷൻ അനുഭവിക്കുന്നു, നീ വല്ലാതെ മാനസികമായ വൈകാരിക തടവറയിൽ നിന്ന്, ഗുഹയിൽ നിന്ന് come out, come out. ദൈവം തൊടുന്നു. പ്രാപിച്ചു, പ്രാപിച്ചു. കഴിഞ്ഞ നാളുകളിൽ ചൂരച്ചെടിയുടെ നടുവിൽ കിടന്നവരെ ദൈവം തട്ടി ഉണർത്തി മുന്നോട്ട് യാത്ര തിരിച്ചു. പക്ഷെ അധികം ഒന്നും പോകാൻ പറ്റിയില്ല. ഒരു 40 ദിവസം ഓടിയിട്ട് വീണ്ടും ഗുഹയ്ക്കകത്ത് കിടക്കുന്ന പോലെ ഇതിന്റെ അകത്ത് ചെല്ലിരിക്കുന്ന ചിലനെ ദൈവം പൊക്കാൻ പോവുക. കഴിഞ്ഞ നാളിൽ നിരാശ എന്നൊക്കെ വന്നു, പക്ഷെ അധികം ഓടിയില്ല. ചൂരച്ചെടിയിൽ അവിടുന്ന് മാറ്റം വന്നു, പക്ഷെ വീണ്ടും എവിടേക്കോ ഹോരേബിലെത്തി, പക്ഷെ ഗുഹയ്ക്കകത്ത് ഒതുങ്ങി. അങ്ങനെ നിൽക്കുന്ന ചിലതിനോട് പറയുന്നു, വീണ്ടും നിന്നെ അവിടുന്ന് പുറത്തു കൊണ്ടുവരിക. ആ ഗുഹയ്ക്കകത്ത് ഒതുങ്ങാനുള്ളതല്ല, നിനക്കൊരു ദൂരയാത്രയുണ്ട്. ഈ ദൂത് പൂർത്തീകരിച്ച് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുക. നിനക്കെന്താ ഇവിടെ കാര്യം ഏലിയാവേ? അടുത്ത 10 തൊട്ട് വായിച്ചു വേഗത്തിൽ. അവൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. തന്റെ സാക്ഷ്യം പറയാ, ഞാൻ വളരെ നന്നായിട്ട് ദൈവത്തിന് വേണ്ടി നിന്നതാ കർത്താവേ. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ചു
തിരിച്ച് ആ. നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ച് ആ. നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ആ. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. യഹൂമാര് അന്യമായ ആരാധനയുടെ പിന്നാലെ പോയി എല്ലാത്തിനെയും നശിപ്പിച്ചു. ഇപ്പൊ ആര് മാത്രം ഉണ്ട്? ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിക്കുന്നുള്ളൂ കർത്താവേ. ഞാൻ ശുഷ്കാന്തിയോടെ നിന്നതാ കർത്താവേ. എന്റെ വീട്ടിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് നിന്നതാ കർത്താവേ. ഇത് വീണ്ടും ഞാൻ ഒറ്റപ്പെട്ട അനുഭവം. നമ്മുടെയൊക്കെ സാക്ഷ്യം പോലെ പറയും നമ്മുടെ അനുഭവം. എലിയാവ് തന്റെ ഹൃദയത്തിൽ നിന്ന് പറയുക. എലിയാവ് പറയും, എനിക്ക് അങ്ങോട്ട് അധികം ഓടാൻ പറ്റുന്നില്ല. ഇന്ന് ശ്രദ്ധിച്ചോണം. എലിയാവ് പറയാ, കർത്താവ് എന്റെ സാഹചര്യം നോക്കിയിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അതാ എന്റെ കറക്റ്റ് മലയാളം. എന്നെ തട്ടി ഉണർത്തി ചൂരച്ചെടിയുടെ നടുവിന്ന്. ഒന്നും പറ്റാത്തോണ്ട ചൂരച്ചെടി നടുവിൽ പോയിരുന്നേ. അവിടുന്ന് തട്ടി ഉണർത്തി ഞാൻ ഹോരേബാൾ ഓടി. എനിക്കിനി ഓടാൻ വയ്യ. അങ്ങനെ പഴയത് ആലോചിക്കുമ്പോ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. എന്റെ മനസ്സ് അതുപോലെ ആയിരിക്കുന്നു. ഞാൻ മാത്രം ശേഷിക്കുന്നു. അടുത്തത് അവർ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു. ഇപ്പൊ എന്നെ വരെ കൊല്ലാൻ അവരെന്ത് ചെയ്യുന്നു? നോക്കുന്നു എന്ന് പറയും. അടുത്തത് നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്ക എന്ന് അവൻ കൽപ്പിച്ചു. ദൈവം വീണ്ടും പറയാണ്, നീ ആ ഗുഹയിൽ നിങ്ങൾ ഇറങ്ങ്. നീ അവിടെ നിങ്ങൾ പുറത്തു വാ. എന്നിട്ട് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്ക എന്ന് നീ അവിടുന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ. അതിന് വേറൊരു ആത്മീയ അർത്ഥമുണ്ട്. അതിന്റെ പർവ്വതം പ്രാർത്ഥനയെ, ഉയർന്ന അനുഭവത്തെ കാണിക്കുന്നു. നീ ആയിരിക്കുന്ന ചുരുണ്ടുകൂടി കിടക്കുന്ന ആ ഇരുട്ടറയിൽ നിന്ന് നീ പുറത്തു വാ. നീ പ്രാർത്ഥനയിൽ എന്റെ മുമ്പിൽ നിൽക്ക്. അടുത്തത് ഇതാ യഹോവ കടന്നു പോകുന്നു. ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. കാറ്റിന്റെ ശേഷം ഒരു ഭൂകമ്പം ഉണ്ടായി. അപ്പൊ ഒരു കാറ്റടിച്ചു, പക്ഷെ ദൈവീകമായി ഒന്നും കണ്ടില്ല. അടുത്ത കാറ്റിന്റെ ശേഷം ഒരു ഭൂകമ്പം ഉണ്ടായി. ഭയങ്കര ഭൂകമ്പം അവിടെ ഉണ്ടായി. ഭൂകമ്പത്തിലും യഹോവ ഇല്ലായിരുന്നു. കർത്താവിന്റെ ശബ്ദമോ ഒന്നും മനസ്സിലായില്ല. അവിടെയും ദൈവം ഇല്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം ഒരു തീയിലും യഹോവ ഇല്ലായിരുന്നു. ഒരു തീ കണ്ടു. ആ തീയിലും യഹോവ ഇല്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരം ആ ഉണ്ടായി. തീ കത്തി അങ്ങോട്ട് കഴിഞ്ഞപ്പോ സാവധാനം എന്തുണ്ടായി? ഒരു മൃദു ശബ്ദമുണ്ടായി. ഏലിയാവ് അത് കേട്ടിട്ട് തന്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്ന് ഗുഹാമുഖത്തു നിന്നും ഗുഹാമുഖത്ത് അവിടെ വന്നു, പുറത്തു വന്നു. ആ ഡോറിന് പുറത്തു വന്നു. ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടു. വീണ്ടും ചോദിക്കുക, ഏലിയാവേ, നിനക്ക് എന്ത് കാര്യം? ഇവിടെ എന്താ കാര്യം? ചൂരച്ചെടിയുടെ നടുവിൽ നിന്നെ ഓടിച്ചു വിട്ടതേ ഗുഹയ്ക്കകത്ത് പുതപ്പും കൂടി ചവഞ്ഞുകൂടി കിടക്കാനല്ല. നിന്നെ ഞാൻ അവിടുന്ന് എഴുന്നേൽപ്പിക്കാൻ പോവാ. ഇന്ന് ചിലരോട് ദൈവാത്മാവ് ദൂത് പറയാ, ഒന്നാം ഘട്ടം വിടുതൽ കിട്ടിയത് അവിടെ കൊണ്ട് ഒതുങ്ങാനല്ലെന്ന്. ചില സാഹചര്യങ്ങളുടെ പുതപ്പിന്റെ അകത്ത് ചുരുണ്ട് കൂടിപ്പോയി. പൊക്കുവോ ദൈവം ചിലതിനെ അവിടുന്ന് പുറത്തു വരാൻ പോവതല്ലോ പുറതാ. അതിന് അവൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. വീണ്ടും പറയാ, വീണ്ടും മനസ്സിലെ മുറിവ് കിടക്കുക. പറഞ്ഞിട്ടും തീരുന്നില്ല. നേരത്തെ ഒന്ന് പറഞ്ഞത് ദൈവത്തോട്. വീണ്ടും പറയാം, കർത്താവേ, ഞാൻ ശുഷ്കാന്തിയോടെ നിന്നവനാ. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ചു. നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ച് നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. എനിക്ക് അവൻ ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു. വീണ്ടും പറയാ, കർത്താവേ, ഞാൻ മാത്രം ശേഷിക്കുന്നു. എന്നെ കൂടെ കൊല്ലാൻ അവരെന്ത് ചെയ്യാ? ഇത് പറഞ്ഞപ്പോ ദൈവം ഒരു ദൂത് പറഞ്ഞു, എടാ, നിന്നെ വിളിച്ചത് അതിനല്ല. നിനക്കൊരു ദൂരയാത്രയുണ്ട്. എന്താണ് ഏലിയാവിനെ ദൈവം കണ്ടത്? ഇനി ശ്രദ്ധിച്ചോണം. ഒരിടത്തൊന്ന് തീ ഇറക്കി രാജാവിന്റെ മുമ്പിൽ ചെന്ന് മഴ പെയ്യത്തില്ലെന്ന് പറഞ്ഞ് വീണ്ടും മഴ പെയ്യൂന്ന് പറഞ്ഞ് ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് തീരാനല്ല ഏലിയാവിനെ ദൈവം വിളിച്ചത്. എന്നിട്ട് 15-16 വായിച്ചേ. യഹോവ അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ പുറപ്പെട്ട് ദമ്മേശെക്കിന്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോക. നീ എത്തുമ്പോൾ ഹസയേലിനെ ആരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. ഒരുത്തൻ ആരാമിന്റെ രാജാവായി അവനെ നീ എന്ത് ചെയ്യാ? അഭിഷേകം ചെയ്യുക. അടുത്തത് നിംശിയുടെ മകനായ
യേഹൂവിനെ ഇസ്രായേലിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. അടുത്തത് ഇസ്രായേലിന്റെ രാജാവായിട്ട് ആരെ അഭിഷേകം ചെയ്യണം? യേഹൂവിനെ അഭിഷേകം ചെയ്യണം. അതിന്റെ അവസാനം വരുമ്പോൾ നിനക്ക് പകരം ഏലീശായെ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യണം. പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യുകയും വേണം. നിന്റെ വിളിയതാ. ചൂരച്ചെടിയുടെ നടുവിൽ തീരാനുള്ളതല്ല. ഗുഹയ്ക്കകത്ത് എന്തെങ്കിലും പ്രശ്നം പറഞ്ഞ് തീരാനുള്ളതല്ല. രാജാക്കന്മാരെ നിനക്ക് അഭിഷേകം ചെയ്യാനുണ്ട്. നിന്റെ കയ്യിലെ കൊമ്പിലുണ്ടല്ലോ, കൊമ്പിലെ തൈലം വീരേണ്ടത് രാജാക്കന്മാരുടെ കയ്യിലാ. ഇപ്പൊ നിന്റെ കയ്യിലെ കൊമ്പുമായിട്ട് എല്ലാം നിർത്തി എന്ന് പറഞ്ഞ് ചൂരച്ചെടിയുടെ നടുവിൽ തിന്ന് തീരാനുള്ളതല്ല. നിന്റെ കയ്യിലെ കൊമ്പിലെ തൈലം രാജാക്കന്മാരുടെ തലയിലകത്ത് വീരാനുണ്ട്. നിനക്ക് പകരമായി നീ ഇവിടം കൊണ്ട് തീരാനുള്ളതല്ല. നിനക്ക് പകരമായി അടുത്ത തലമുറയെ എഴുന്നേൽപ്പിച്ച് ഏലീശായെ അഭിഷേകം ചെയ്ത് നിനക്ക് മുന്നോട്ട് പോകാനുണ്ട്. ആരോടൊക്കെയോ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ഇതുപോലെ നിനക്ക് നിന്റെ തലമുറയ്ക്കും ദൈവപ്രവൃത്തി അനുഭവിക്കേണ്ടതാണ്. നിനക്ക് കൊണ്ട് മാത്രം തീരാനുള്ളതല്ല. അടുത്ത തലമുറയിലേക്ക് അത് ദൈവപ്രവൃത്തി വെളിപ്പെടണം.